മമ്മൂക്കയെ കുറിച്ച് നമ്മളോട് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ലോക സിനിമയിൽ തന്നെ പകരം വെക്കാനില്ലാത്ത മികച്ച നടനാണ് മമ്മൂക്ക എന്ന് നമ്മൾ പറയും. എന്നാൽ മമ്മൂക്ക ഒരു ഫ്ലെക്സിബിൾ ആക്ടർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ഒരു സംശയമായിരിക്കും. മമ്മൂക്ക വളരെ ഫ്ലെക്സിബിളായി അഭിനയിച്ച ഒരു സിനിമയാണ് സംഘം എന്ന സിനിമ. ആ സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. അറു പിശുക്കനും കുശാഗ്ര ബുദ്ധിയുമാണ് ഇല്ലിക്കൽ റപ്പായി. റപ്പായിയുടെ ഏക മകനാണ് കുട്ടപ്പായി. നല്ലൊരു ബിസിനസ്സുകാരനാണെങ്കിലും ചീട്ടുകളിയും അടിപിടിയും തുടങ്ങിയ വിനോദങ്ങളിലാണ് കൂടുതൽ കുട്ടപ്പായിക്ക് താല്പര്യം. അപ്പനറിയാതെ കാശടിച്ചു മാറ്റാനും കുട്ടപ്പായിക്ക് ഒരു മടിയുമില്ല. അതുപോലെ പണത്തിന്റെ കണക്ക് പറഞ്ഞ് അപ്പനും മോനും തമ്മിൽ വഴക്കും തർക്കങ്ങളും പതിവാണ്. ഭാര്യ മോളിക്കുട്ടി ഇതിനൊക്കെ സാക്ഷിയായി വീട്ടിലുണ്ട്. കുട്ടികളില്ലാത്തതിന്റെ വിഷമം മോളിക്കുട്ടിയെയും റപ്പായെയും അലട്ടുന്നുണ്ടെങ്കിലും കുട്ടപ്പായിക്ക് അത്തരം ചിന്തകളൊന്നുമില്ല. ഇല്ലിക്കക്കാരുടെ അതായത് നമ്മുടെ കുട്ടപ്പായുടെ ദേവമാതാ കോളേജിലെ വിദ്യാർത്ഥികളാണ് രാജുവും അലക്സും അനിലും പാലുണ്ണിയും. തരികിട പരിപാടികളിൽ ക്യാമന്മാരായ ഈ നാൽവർ സംഘവുമായാണ് കുട്ടപ്പായുടെ കൂട്ട്. ഹോസ്റ്റലിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കുമ്പോഴൊക്കെ വാർഡനെ സ്വാധീനിച്ച് 4 പേരെയും രക്ഷിക്കുന്നത് കുട്ടപ്പായാണ്. തിരിച്ച് അടിപിടി പരിപാടികൾക്ക് കുട്ടപ്പായിയെ സഹായിക്കാൻ 4 പേരും മുന്നിലുണ്ടാകും. അങ്ങനെ കുട്ടപ്പായും പിള്ളേരും അടിച്ചു പൊളിച്ച് മുന്നോട്ട് പോകുമ്പോൾ മത്തായി എന്നൊരാൾ റപ്പായിയെ കാണാൻ വീട്ടിൽ വരുന്നു. വാതിൽ തുറക്കുന്ന മോളിക്കുട്ടി കുട്ടപ്പായി കാണാതെ മാറി നിൽക്കാൻ അയാളോട് പറയുന്നു. കുട്ടപ്പായി പുറത്തേക്ക് പോയി കഴിഞ്ഞ് റപ്പായി അയാളോട് സംസാരിക്കുന്നു. മത്തായിയോട് റപ്പായി സംസാരിക്കുന്നു. കുട്ടി വിവാഹപ്രായമായി എത്തിയെന്നും അവളെ കെട്ടിച്ചു വിടാനുള്ള കാര്യങ്ങൾ ചെയ്യണമെന്നും മത്തായി പറയുന്നു. ആലോചിക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നല്ലൊരു തുക മത്തായിക്ക് കൊടുത്തുകൊണ്ട് റപ്പായി പറഞ്ഞു വിടുന്നു. നാട്ടിലെ പ്രമാണിയായ പണിക്കരുമായി ഒളിഞ്ഞും തെളിഞ്ഞ് കുട്ടപ്പായി ഉടക്കാറുണ്ട്. ക്ലബിൽ വെച്ച് തൻ്റെ റബ്ബർ തോട്ടത്തിലേക്കുള്ള വഴി വീതി കൂട്ടാൻ പണിക്കരുടെ പറമ്പിന്റെ അതിർത്തിയിലുള്ള കുറച്ച് റബ്ബർ മരങ്ങൾ വെട്ടേണ്ടി വരുമെന്ന് കുട്ടപ്പായി പണിക്കരോട് പറയുന്നു. അത് സമ്മതിക്കില്ലെന്ന് പണിക്കർ തീർത്തും പറയുന്നു. എങ്കിൽ അത് വെട്ടിയിരിക്കുമെന്ന് കുട്ടപ്പായി പറയുന്നു. പരസ്പരമുള്ള വെല്ലുവിളി കയ്യങ്കളിയിലെത്തുന്നു. കുട്ടപ്പായി 4 സംഘം വഴി കോളേജിലെ NSS യൂണിറ്റിനെ കൊണ്ട് വഴി വൃത്തിയാക്കാനുള്ള ശ്രമദാനം സംഘടിപ്പിക്കുന്നു. പരിപാടിയുടെ മറവിൽ 4 സംഘം പണിക്കരുടെ പറമ്പിന്റെ അതിർത്തിയിലെ റബ്ബർ മരങ്ങൾ വെട്ടിമാറ്റുന്നു. വിവരമറിഞ്ഞ പണിക്കർ 4 സംഘത്തെ തല്ലാനായി ഗുണ്ടകളുമായി ഹോസ്റ്റലിലെത്തിയെങ്കിലും അവർ അവിടെ നിന്ന് രക്ഷപ്പെട്ട് റപ്പായിയുടെ വീട്ടിലെത്തുന്നു. നമ്മുടെ കുട്ടപ്പായുടെ അടുത്തെത്തുന്നു. പിറകെ എത്തുന്ന പണിക്കരെയും സംഘത്തെയും കുട്ടപ്പായി തോക്ക് കാട്ടി വിരട്ടുന്നു. കുട്ടപ്പായിയുടെ പരിഹാസം തന്റെ ചുണ്ടൻ വള്ളത്തിലെത്തുമ്പോൾ ചുണ്ടൻ വെള്ളം ആണുങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതാണെന്ന് പണിക്കർ തിരിച്ചടിക്കുന്നു. എങ്കിൽ ഇല്ലിക്കൽക്കാരും ചുണ്ടൻ വെള്ളം ഇറക്കുമെന്ന് കുട്ടപ്പായി അവിടെ വെല്ലുവിളിക്കുന്നു. റപ്പായിയും അതിനെ പിന്താങ്ങുന്നു. എന്നാൽ വള്ളം പണിയാൻ കാശ് ചോദിക്കുമ്പോൾ റപ്പായി അവിടെ കാലുമാറുകയാണ് ചെയ്യുന്നത്. പള്ളിക്ക് ചുണ്ടൻ വെള്ളം ഇറക്കാൻ ഉദ്ദേശമുണ്ടെന്ന് അറിയാവുന്ന കുട്ടപ്പായി അച്ഛനെ സമീപിക്കുന്നെങ്കിലും ജാതിക്കളിക്ക് പള്ളിയിൽ നിന്ന് ആരും വരില്ല, അല്ലെങ്കിൽ പള്ളിയില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറുന്നു. വള്ളം വാടകയ്ക്ക് കിട്ടുമോ എന്ന് നോക്കിയെങ്കിലും അതും നടക്കുന്നില്ല. വള്ളം വാങ്ങാൻ തീരുമാനിക്കുന്ന കുട്ടപ്പായി 4 സംഘത്തിനെ കള്ളന്മാരുടെ വേഷം കെട്ടിച്ച് സ്വന്തം അപ്പന്റെ പണം തന്നെ അടിച്ചു മാറ്റുന്നു. തൻ്റെ വള്ളത്തിന്റെ അമരക്കാരനായി പ്രായിക്കര അപ്പ എന്നൊരാളെ കുട്ടപ്പായി കൊണ്ടുവന്നെങ്കിലും പണം കൊടുത്ത് പണിക്കർ അയാളെ സ്വന്തം പക്ഷത്താക്കുന്നു. ഇല്ലിക്കൽ ചുണ്ടൻ തോൽക്കുമെന്ന് മനസ്സിലായ 4 സംഘം മത്സരത്തിന്റെ തലേദിവസം പണിക്കരുടെ ചുണ്ടൻ മത്സരിക്കുന്ന ട്രാക്കിൽ രഹസ്യമായി ബോംബ് സ്ഥാപിക്കുന്നു. മത്സരത്തിൽ പണിക്കരുടെ ചുണ്ടൻ മുന്നേറിയെങ്കിലും ബോംബ് പൊട്ടിയതോടെ വള്ളം മറയുന്നു. കോപാകുലനായ പ്രായിക്കര അപ്പ 4 സംഘത്തെ തല്ലുന്നു. ഓടിയെത്തുന്ന കുട്ടപ്പായി അപ്പയെ നേരിടുന്നു. സംഘട്ടനത്തിനിടയിൽ പങ്കായം കൊണ്ടുള്ള അനിലിന്റെ അടിയേറ്റ് പ്രായിക്കര അപ്പയുടെ തല പിളരുന്നു. അതീവ സാരമായി പരിക്കേറ്റ പ്രായിക്കര അപ്പ ആശുപത്രിയിലാവുന്നു. പോലീസ് കേസായതോടെ കുട്ടപ്പായും സംഘവും കൊടൈക്കനാലിലേക്ക് മുങ്ങുന്നു. കൊടൈക്കനാലിൽ തൻ്റെ പഴയ പരിചയക്കാരനായ റോയിയുടെ വീട്ടിലാണ് കുട്ടപ്പായും സംഘവും എത്തുന്നത്. എസ്റ്റേറ്റ് ഉടമയായ റോയിക്ക് മത്തായി നടത്തുന്ന വേശ്യാലയത്തിലും പങ്കുണ്ട്. ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോവുകയാണെങ്കിലും കുപ്പുസ്വാമി തേവരുടെ കയ്യിൽ നിന്ന് വാങ്ങിയ വൻ തുക തിരിച്ചു നൽകാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് റോയ്. മത്തായിയുടെ സ്ഥാപനത്തിൽ, അതായത് മത്തായിയുടെ ബ്രോത്തലിലെ അന്തേവാസിയാണ് അമ്മിണി. തൻ്റെ യൗവനയുക്തമായ മകൾ അശ്വതിയെയും ഈ ഒരു പരിപാടിക്ക് മത്തായിയും മറ്റും നിർബന്ധിക്കുന്നെങ്കിലും അമ്മിണി അതിന് തയ്യാറായില്ല. എന്നാൽ തേവർ അശ്വതിയെ കിട്ടിയേ തീരൂ എന്ന വാശിയിലാണ്. തേവർക്ക് എന്തായാലും അശ്വതിയെ വേണം.
ഒന്നുകിൽ അശ്വതിയെ തന്റെ വീട്ടിലെത്തിക്കണമെന്നും അല്ലെങ്കിൽ വാങ്ങിയ പണം തിരികെ തരണമെന്നും അയാൾ റോയിയെ നിരന്തരം ഭീഷണിപ്പെടുത്തുന്നു. റോയിയുടെ പ്രശ്നം മനസ്സിലാക്കിയ കുട്ടപ്പായും സംഘവും അവിടെ എത്തി അമ്മിണിയെയും മകളെയും കാണണമെന്ന് പറഞ്ഞ് ബഹളമുണ്ടാക്കുന്നു. കുട്ടപ്പായിയെ കണ്ട അമ്മിണി ഞെട്ടുന്നു. അവൾ പിൻവാതിലിലൂടെ വീട്ടിലേക്ക് ഓടുന്നു. പഴയ ഓർമ്മകളിൽ അവൾ നിയന്ത്രണം വിട്ട് തേങ്ങുന്നു. പണ്ട് ലോ കോളേജിൽ പഠിക്കുന്ന കാലത്ത് കുട്ടപ്പായി ഒരു തരികിട സമൂഹ വിവാഹത്തിൽ വെച്ച് അമ്മിണിയെ കല്യാണം കഴിക്കുന്നുണ്ടായിരുന്നു. വിവരം അറിഞ്ഞെത്തിയ റപ്പായി കിടപ്പറയിൽ നിന്ന് കുട്ടപ്പായിയെ ബലമായി പിടിച്ചുകൊണ്ടു പോകുന്നു. കുട്ടപ്പായിയുടെ വിവാഹ നിശ്ചയം നടക്കുന്ന ദിവസം ഇല്ലിക്കലെത്തുന്ന ഗർഭിണിയായ അമ്മിണിയെ റപ്പായി ഭീഷണിപ്പെടുത്തുന്നു. പിന്നെ സഹതാപം തോന്നി കൊടൈക്കനാലിലെ എസ്റ്റേറ്റിന്റെ ആദായം എടുത്തുകൊള്ളാൻ അനുവദിച്ച് മത്തായിക്കൊപ്പം അവളെ പറഞ്ഞുവിടുന്നു. എന്നാൽ ചതിയനായ മത്തായി ആവട്ടെ അവളെ ബലമായി പ്രാപിക്കുകയും പിന്നീട് വേശ്യാവൃത്തിയിലേക്ക് തള്ളിവിടുകയും ചെയ്യുന്നു. ആ ഒരു പഴയകാല ചിന്തയിൽ അമ്മിണി വളരെയധികം വിലപിക്കുകയാണ് അവിടെ. അതാണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് അവിടെ കാണിച്ചത്, ആ ഒരു രംഗത്തിൽ കാണിച്ചത്. അതിനുശേഷം കുട്ടപ്പായി കൊടൈക്കനാലിൽ ഉണ്ടെന്ന വിവരം മത്തായി പണിക്കരെ അറിയിക്കുന്നു. അതായത് കുട്ടപ്പായി ഒരു ശല്യമാണെന്ന് മത്തായിക്കും റോയിക്കൊക്കെ മനസ്സിലായി. അതായത് കുട്ടപ്പായി ഉണ്ടെങ്കിൽ ഒരിക്കലും അശ്വതിയെ ഒരിക്കലും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളൊരു ബോധ്യത്തിലെത്തുകയാണ്. അപ്പോഴാണ് നമ്മുടെ കുട്ടപ്പായി കൊടൈക്കനാലിൽ ഉണ്ടെന്നുള്ള വിവരം മത്തായി പണിക്കരെ അറിയിക്കുന്നത്. അതേസമയം കുട്ടപ്പായി നാലൂർ സംഘത്തെയും തെറ്റിക്കാൻ പ്രായക്കര അപ്പം മരിച്ചെന്നും പോലീസ് കൊടൈക്കനാലിന് പുറപ്പെട്ടിട്ടുണ്ടെന്നും സ്വന്തം പേരിൽ കേസില്ലാത്ത കുട്ടപ്പായി അത് മിണ്ടാത്തതാണെന്നും മത്തായി അവരോട് പറഞ്ഞു. അതായത് കുട്ടപ്പായിയുടെ പേരിൽ കേസൊന്നുമില്ല, നിങ്ങൾ മാത്രമാണ് പ്രതികളാവുന്നതെന്ന്, കുട്ടപ്പായി നിങ്ങളെ ചതിക്കുകയാണെന്നും മത്തായി അവരോട് പറഞ്ഞു. മത്തായി റോയും ചേർന്ന് അവരോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ തേവർ വിചാരിച്ചാലേ പോലീസിൽ നിന്ന് രക്ഷിക്കാൻ പറ്റുമെന്നും പകരമായി അശ്വതിയെ കടത്തിക്കൊണ്ടുവരണമെന്നും റോയും പറഞ്ഞു. പറഞ്ഞതുപോലെ അശ്വതിയെ കടത്തിക്കൊണ്ടുവരുന്നു. അശ്വതിയെ തട്ടിക്കൊണ്ടുപോയ വിവരം അമ്മിണി മൂലം കുട്ടപ്പായി അറിയുകയും അശ്വതി തന്റെ മകളാണെന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ കുട്ടപ്പായി അശ്വതിയെ രക്ഷിക്കുകയും കുട്ടപ്പായി തങ്ങളെ ചതിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കിയ നാൽവർ സംഘം അശ്വതിയെ രക്ഷിക്കാൻ കുട്ടപ്പായി സഹായിക്കുകയും ചെയ്യുന്നു. അവർ തമ്മിലുള്ള മൽപ്പിടുത്തത്തിൽ, അതായത് തേവരുടെ ടീമും ഈ കുട്ടപ്പായി ടീമും തമ്മിലുള്ള മൽപ്പിടുത്തത്തിൽ, നാൽവർ സമൂഹമൊക്കെ തമ്മിലുള്ള മൽപ്പിടുത്തത്തിൽ കുട്ടപ്പായി അശ്വതിയെ രക്ഷിക്കുന്നു. അതിനിടയിൽ ഈ ഒരു സമയത്ത് നമ്മുടെ അശ്വതിയുടെ അമ്മ മരണപ്പെടുന്നുണ്ട്, അതായത് അമ്മിണി മരണപ്പെടുന്നുണ്ട്. ഈ സിനിമയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ, അങ്ങനെയാണ് കഥ അവസാനിക്കുന്നത്. ഈ സിനിമയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞപ്പോൾ അത്ര എന്താ പറയാ, അത്രയും ഗംഭീരമായിട്ടൊന്നും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവില്ല പക്ഷെ സിനിമ എന്തായാലും അടിപൊളിയാണ്. എന്തായാലും തീർച്ചയായും നിങ്ങൾ കാണേണ്ട ഒരു സിനിമ തന്നെയാണ്. മമ്മൂക്ക വളരെ ഫ്ലെക്സിബിളായി അഭിനയിച്ച ഒരു സിനിമയാണ്. അതായത് മമ്മൂക്കയുടെ വളരെ വെറൈറ്റി ഉള്ള ഒരു പ്രത്യേകതരം അഭിനയ ശൈലിയൊക്കെ കൈകാര്യം ചെയ്തിട്ടുള്ള സിനിമയാണ് സംഘം. എന്തായാലും ഇതുപോലെയുള്ള സിനിമ വിശേഷങ്ങൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. താങ്ക് യു.